നമസ്കാരം. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ DC ലോഡ് ലൈനിനെ പറ്റിയുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ട്രാൻസിസ്റ്റർ DC ലോഡ് ലൈനിനെ പറ്റിയും അത് എങ്ങനെ വരയ്ക്കുന്നുവെന്നും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നു എന്നുമാണ് പ്രതിപാദിക്കുന്നത്. ആദ്യമായി DC ലോഡ് ലൈൻ എന്താണെന്ന് നോക്കാം. DC ലോഡ് ലൈൻ എന്നാൽ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സായ ഔട്ട്പുട്ട് കറണ്ട് ICയും ഔട്ട്പുട്ട് വോൾട്ടേജ് VCയും തമ്മിലുള്ള റിലേഷനാണ്. DC ലോഡ് ലൈൻ വരയ്ക്കുന്നതിനായി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം പ്ലോട്ട് ചെയ്യണം, അതായത് IC വേഴ്സസ് VCE. ഈ സർക്യൂട്ട് നോക്കാം. ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് കറണ്ടായ ICയും ഔട്ട്പുട്ട് വോൾട്ടേജായ VCയും തമ്മിലുള്ള റിലേഷനാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജിനെ X ആക്സിസിലും കളക്ടർ കറണ്ടിനെ Y ആക്സിസിലുമാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ICയും VCയും തമ്മിലുള്ള എല്ലാ പോസിബിൾ വാല്യൂസും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് DC ലോഡ് ലൈൻ. DC ലോഡ് ലൈൻ X ആക്സിസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അതിന് പറയുന്ന പേര് കട്ട് ഓഫ് എന്നും B എന്ന പോയിൻ്റാണ്. Y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ സാച്ചുറേഷൻ പോയിൻ്റ് എന്നും പറയുന്നു, അതായത് A എന്നും. DC ലോഡ് ലൈൻ എന്നാൽ സാച്ചുറേഷൻ പോയിൻറ്റും കട്ട് ഓഫ് പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനാണ്. ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ DC ലോഡ് ലൈൻ വരയ്ക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യണം. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഈ സർക്യൂട്ടിൽ ഒരു BJTനെ, അതായത് ട്രാൻസിസ്റ്ററിനെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ മോഡിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ സർക്യൂട്ടിൻ്റെ ഇടത് ഭാഗത്തുള്ളത് അതിൻ്റെ ഇൻപുട്ട് സർക്യൂട്ടും വലത് ഭാഗത്തുള്ളത് ഔട്ട്പുട്ട് സർക്യൂട്ടുമാണ്. ഇൻപുട്ട് സർക്യൂട്ടിനും ഔട്ട്പുട്ട് സർക്യൂട്ടിനും കോമൺ ആണ് എമിറ്റർ. അതുകൊണ്ട് ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനുള്ള ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. മുൻപ് പറഞ്ഞതുപോലെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാൽ ഔട്ട്പുട്ട് കറണ്ടായ ICയും ഔട്ട്പുട്ട് വോൾട്ടേജായ VCയും തമ്മിലുള്ള റിലേഷനാണ്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് പാരാമീറ്ററായ ബേസ് കറണ്ട്, അതായത് IB, കോൺസ്റ്റൻ്റായി നിർത്തേണ്ടതുണ്ട്. ഈ സർക്യൂട്ടിൽ രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് സൈഡിൽ VBBയും ഔട്ട്പുട്ട് സൈഡിൽ VCCയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. VBB ഉപയോഗിച്ച് ബേസ് കറണ്ട് സപ്ലൈ ചെയ്യുന്നു. ബേസ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ അമീറ്ററാണ് റീഡ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരയ്ക്കുന്നു എന്ന് പരിചയപ്പെടാം. ആദ്യം X ആക്സിസിൽ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് വോൾട്ടിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം Y ആക്സിസിൽ കളക്ടർ കറണ്ട് മില്ലി അമീറ്ററിൽ മാർക്ക് ചെയ്യുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ IB കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ആദ്യം IBയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്ത് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നു. അതിനുശേഷം IBക്ക് ഡിഫറൻറ്റ് വാല്യൂസ് കൊടുത്ത് ഇതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാവുന്നതാണ്. ഈ ഗ്രാഫാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് വ്യത്യസ്തമായ ബേസ് കറണ്ടിന്, അതായത് ഇൻപുട്ട് കറണ്ടിനനുസരിച്ച് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജും ICയും തമ്മിലുള്ള റിലേഷനാണ് ഇതിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ DC ലോഡ് ലൈൻ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം ഈ സർക്യൂട്ട് നോക്കാം. ഇത് ഫിക്സഡ് ബേസ് റെസിസ്റ്റൻസ് മെത്തേഡിൽ ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്തിരിക്കുന്നതാണ്. ബേസ് റെസിസ്റ്റൻസ് RBയും കളക്ടർ റെസിസ്റ്റൻസ് RCയും വോൾട്ടേജ് സോഴ്സ് VCCയും ഉപയോഗിച്ചിട്ടാണ് ഈ ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് ബേസിലേക്ക് നേരിട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കളക്ടറിന് ക്രോസ് ആയിട്ട് എടുക്കുന്നു. ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് VCയും ICയും തമ്മിലുള്ള റിലേഷൻ. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ DC ലോഡ് ലൈൻ വരയ്ക്കുന്നതിന് മുന്നോടിയായി ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബയാസിംഗ് പൊട്ടൻഷ്യൽ VCCയും കളക്ടർ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പും ഔട്ട്പുട്ട് വോൾട്ടേജ് VCയും തമ്മിലുള്ള റിലേഷൻ. അതിനായി KVL ഉപയോഗിക്കാം, അതായത് കിർച്ചോഫ് വോൾട്ടേജ് ലോ. കിർച്ചോഫ് വോൾട്ടേജ് ലോ അനുസരിച്ച് VCC ഈക്വൽ ടു ICRC പ്ലസ് VCE. ബയാസിംഗ് പൊട്ടൻഷ്യൽ VCC ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ കളക്ടർ റെസിസ്റ്റൻസ് ICRC പ്ലസ് ഔട്ട്പുട്ട് വോൾട്ടേജ് VCE. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് DC ലോഡ് ലൈനിൻ്റെ X ആക്സിസിലെയും Y ആക്സിസിലെയും പോയിന്റുകൾ കണ്ടെത്താം. X ആക്സിസിലെ പോയിന്റ് കണ്ടെത്തുവാനായിട്ട് കളക്ടർ കറണ്ടിൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ VCC ഈക്വൽ ടു VCE എന്ന് ലഭിക്കും. ഈ പോയിന്റിനെ കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയുന്നു. Y ആക്സിസിലെ പോയിന്റ് കണ്ടെത്താൻ ഔട്ട്പുട്ട് വോൾട്ടേജ് VCE ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ VCC ഈക്വൽ ടു ICRC എന്നും IC ഈക്വൽ ടു VCC ഡിവൈഡ് ബൈ RC എന്നും ലഭിക്കുന്നു. ഇനി ഈ രണ്ട് പോയിന്റുകൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് മാർക്ക് ചെയ്യാം. കട്ട് ഓഫ് പോയിൻ്റായ VCE ഈക്വൽ ടു VCC X ആക്സിസിലും സാച്ചുറേഷൻ പോയിൻ്റായ IC ഈക്വൽ ടു VCC ഡിവൈഡ് ബൈ RC Y ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ DC ലോഡ് ലൈൻ ലഭിക്കുന്നു.
അടുത്തതായി ഡി സി ലോഡ് ലൈനിൽ ക്യൂ പോയിൻ്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് സർക്യൂട്ട് പരിഗണിക്കുന്നു. ഈ ആംപ്ലിഫയറിൽ ഇൻപുട്ട് ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്തും വി സി സിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറണ്ട് ആർ ബി വഴി ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഈ കറണ്ടിനെ സ്റ്റഡി സ്റ്റേറ്റ് ബേസ് കറണ്ട് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് കറണ്ട് എന്ന് പറയും. ഇവിടെ നമുക്ക് അത് 20 മൈക്രോ ആംപിയർ ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 20 മൈക്രോ ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ക്യാരക്ടറിസ്റ്റിക്സ് കർവും ഡി സി ലോഡ് ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ക്യൂ പോയിൻ്റ് എന്നാൽ ഇൻ്റർസെക്ഷൻ ഓഫ് ഡി സി ലോഡ് ലൈൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് അറ്റ് ഡി സി കണ്ടീഷൻ. ഈ ക്യൂ പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വി സി വോൾട്ടേജും അതായത് വി സി ക്യൂവും ഒരു കളക്ടർ കറണ്ട് ഐ സി ക്യൂവും ഉണ്ടാവും. വി സി ക്യൂവിനെ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നും ഐ സി ക്യൂവിനെ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് കറണ്ട് എന്നും പറയുന്നു. അടുത്തതായി ഡി സി ലോഡ് ലൈൻ ഒരു ഉദാഹരണത്തിലൂടെ വിശദമാക്കാം. ഡി സി ലോഡ് ലൈൻ വരയ്ക്കുന്നതിനായിട്ട് ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷനാണ് ആദ്യം വേണ്ടത്. അതായത് വി സി സിയും ഐ സി ആർ സിയും വി സിയും തമ്മിലുള്ള റിലേഷൻ. ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ അനുസരിച്ച് ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി എന്നാണ്. ഇനി വി സി സിയുടെ വാല്യൂവും കളക്ടർ റെസിസ്റ്റൻസ് ആർ സിയുടെ വാല്യൂവും അസ്യൂം ചെയ്യാം. വി സി സി ഈക്വൽ ടു 6 വോൾട്ട് എന്നും ആർ സി ഈക്വൽ ടു 4 കിലോ ഓം എന്നും കൊടുക്കാം. മുൻപ് പറഞ്ഞ അനുസരിച്ച് ഡി സി ലോഡ് ലൈൻ എക്സ് ആക്സിസിലെ കട്ട് ഓഫ് പോയിൻറ്റും വൈ ആക്സിസിലെ സാച്ചുറേഷൻ പോയിൻറ്റും തമ്മിലാണ് യോജിപ്പിക്കുന്നത്. ആദ്യം കട്ട് ഓഫ് പോയിൻ്റ് അതായത് പോയിൻ്റ് ബി കണ്ടുപിടിക്കാം. പോയിൻ്റ് ബിയിൽ ഐ സിയുടെ വാല്യൂ 0 ആണ്. ഐ സിയുടെ വാല്യൂ 0 എന്ന് കെ വി എൽ ഇക്വേഷൻ നൽകുമ്പോൾ വി സി ഈക്വൽ ടു വി സി സി എന്ന് ലഭിക്കും. അതായത് പോയിൻ്റ് ബിയുടെ വാല്യൂ 6 വോൾട്ട് 0 മില്ലി ആംപിയർ എന്ന് ലഭിക്കും. അതുപോലെ വൈ ആക്സിസിലെ പോയിൻ്റ് അതായത് സാച്ചുറേഷൻ പോയിൻ്റ് കണ്ടെത്താൻ വി സി ഈക്വൽ ടു 0 എന്ന് കെ വി എൽ ഇക്വേഷൻ നൽകുമ്പോൾ വി സി സി ഈക്വൽ ടു ഐ സി ആർ സി എന്ന് ലഭിക്കും. അതിൽ നിന്നും ഐ സി ഈക്വൽ ടു വി സി സി ഡിവൈഡ് ബൈ ആർ സി എന്നും 6 വോൾട്ട് ഡിവൈഡ് ബൈ 4 കിലോ ഓം എന്നും സാച്ചുറേഷൻ പോയിൻറ്റിൻ്റെ വാല്യൂ 0,50 മില്ലി ആംപിയർ എന്നും ലഭിക്കും. അടുത്തതായി ഈ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കാം. സാച്ചുറേഷൻ പോയിൻറ്റും കട്ട് ഓഫ് പോയിൻറ്റും യോജിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഡി സി ലോഡ് ലൈൻ ലഭിക്കുന്നു. അടുത്തതായി ഇതേ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ക്യൂ പോയിൻ്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സർക്യൂട്ടാണ് പരിഗണിക്കേണ്ടത്. വി സി സിയും ബേസ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വോൾട്ടേജും വി ബിയും തമ്മിലുള്ള റിലേഷനാണ്. കെ വി എൽ അനുസരിച്ച് വി സി സി ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ. വി സി സിയുടെ വാല്യൂവും ആർ ബിയുടെ വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. വി ബിയുടെ വാല്യൂ അതായത് ബേസ് എമിറ്റർ വോൾട്ടേജ് വാല്യൂ എപ്പോഴും 0.6 ആയിരിക്കും. കാരണം ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബൈസ്ഡ് ആയിരിക്കും. ഐ ബി ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഡിവൈഡ് ബൈ ആർ ബി. അതായത് ഐ ബി ഈക്വൽ ടു 20 മൈക്രോ ആംപിയർ. 20 മൈക്രോ ആംപിയർ എന്നത് സ്റ്റഡി സ്റ്റേറ്റ് ഡി സി ഇൻപുട്ട് കറണ്ടാണ്. അതായത് ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്തും വി സി സിയിൽ നിന്ന് ആർ ബി വഴി 20 മൈക്രോ ആംപിയർ ഈ ട്രാൻസിസ്റ്ററിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് കറണ്ടായ 20 മൈക്രോ ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് മാർക്ക് ചെയ്താൽ ആ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഡി സി ലോഡ് ലൈനും തമ്മിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ പോയിൻ്റാണ് ക്യൂ പോയിൻ്റ്. ഇതിൽ നിന്നും സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ഇ ക്യൂവും സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് കറണ്ട് ഐ സി ക്യൂവും കണ്ടുപിടിക്കാനാവും. ട്രാൻസിസ്റ്ററിൻ്റെ ഡി സി ലോഡ് ലൈൻ വരയ്ക്കുന്നതും ക്യൂ പോയിൻ്റ് മാർക്കിങ്ങിനെ പറ്റിയുമുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.